സഹകരണ ബാങ്കിലൂടെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കണമെന്ന് നജീബ് കാന്തപുരം MLA. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ലാഭവിഹിതം സഹകാരികൾക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലാഭവിഹിതം സഹകാരികൾക്ക് നൽകി. ലാഭവിഹിത വിതരണ പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ വിദ്യാഭ്യാസ വായ്പ നൽകുവാൻ സൗകര്യം ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് നൌഷാദ് പന്നൂർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സജീദത്ത്, വൈസ് പ്രസിഡന്റ് VK അബ്ദുറഹിമാൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM രാധാകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വഹീദ കയ്യളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്ക് ഒരു ചരിത്ര ദൗത്യത്തിനൊരുങ്ങുകയാണ്. 2014-15 മുതൽ 2022-23 വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതം നൽകാൻ തീരുമാനിച്ച സന്തോഷ വിവരം മാന്യ ഇടപാടുകാരെ അറിയിക്കുകയാണ്. ഈ ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങളോട് സഹകരിച്ച മാന്യ മെമ്പർമാരോട്, സഹകാരികളോട്, ഡെപ്പോസിറ്റേഴ്സിനോട് ഞങ്ങളുടെ അഗാധമായ നന്ദി അറിയിക്കുകയാണ്. ജീവകാരുണ്യ മേഖലയിൽ കൂടി ബാങ്ക് ചുവടുവെക്കാൻ പോവുകയാണ്. ജീവകാരുണ്യ മേഖലയിൽ കിടപ്പ് രോഗികളായിട്ടുള്ള രോഗികൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്ന ഒരു പദ്ധതി കൂടി ബാങ്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അടുത്ത മാസം 15-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ പ്രതിരോധ നടപടികളുടെ